ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട് ഫൗണ്ടേഷൻ. മാത്സ് ഒളിമ്പ്യാഡിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ടുള്ള IOQM അഥവാ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സിൻ്റെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ഡേറ്റ്സ് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ സ്വന്തമാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിലും അല്ല മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാം. ഫസ്റ്റ് തിങ് ഈസ് ഗൂഗിളിൽ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യാം, IOQM എന്ന് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. IOQM ആണല്ലോ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, IOQM എന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. IOQM എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വെബ്സൈറ്റ്സ് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു IOQM 2026-27. അപ്പോൾ അവരുടെ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ആകും. അവിടെ നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റുകൾ കാണാം, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാണാം, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാം. അതിലെ അനൗൺസ്മെൻറ്റുകളിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മൂന്നാമത്തെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് IOQM 26 അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്താൽ സെൻറ്റർ ലോഗിൻ എന്നും ഓൺലൈൻ സ്റ്റുഡൻറ്റ് എൻറോൾമെൻ്റ് എന്നും രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. നമുക്കിതിലെ ഓൺലൈൻ സ്റ്റുഡൻറ്റ് എൻറോൾമെൻ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, എൻറോൾ ഡയറക്റ്റ്ലി എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഡയറക്റ്റ്ലി എൻറോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ വീണ്ടും സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് വേണ്ടി രണ്ട് ഭാഗങ്ങൾ വന്ന് കാണാം. സ്റ്റുഡൻറ്റ് എൻറോളും സ്റ്റുഡൻറ്റ് ലോഗിനും വന്നിട്ടുണ്ടായിരിക്കും. സ്റ്റുഡൻറ്റ് എൻറോളും സ്റ്റുഡൻറ്റ് ലോഗിനും. അതിലെന്ത് ചെയ്യുന്നു നോക്കിക്കോ, ഈ രണ്ട് സ്റ്റെപ്പും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ആദ്യം എൻറോൾ ചെയ്യണം, എന്നിട്ട് വേണം ലോഗിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, എൻറോൾ ചെയ്യാണ്. അപ്പോൾ എൻറോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മളോട് എന്ത് ചെയ്യും, പേരുകൾ ചോദിക്കും. ഫസ്റ്റ് വൺ, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ആസ് പെർ ദ സ്കൂൾ റെക്കോർഡ്സ്. ഓക്കെ, സ്കൂൾ റെക്കോർഡ് പ്രകാരം സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്താണെന്നുള്ളത് ചോദിക്കുന്നു. ഓക്കെ, ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, പേര് കൊടുക്കുന്നു. ഒരു പേര് കൊടുത്ത് എന്നോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുകയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അവിടെ കണ്ടീഷൻസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്റ്റുഡൻസ് ബോൺ ബിറ്റ്വീൻ August 1, 2007 ആൻഡ് July 31, 2014 ഇതിൻ്റെ ഇടയിൽ ജനിച്ച ആളുകളായിരിക്കണം. ആൻഡ് ഓൾസോ ക്ലാസ് 8, 9, 10, 11 or 12 ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും ആവണം. ഓക്കെ, 2014 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എക്സാം എഴുതാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്ത്, മൊബൈൽ നമ്പർ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മെയിൽ ID കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ മെയിൽ ID കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും മെയിൽ ID കൊടുക്കണം. കാരണം അവിടെ താഴെ നിങ്ങൾക്ക് കൊടുത്ത് കാണാം, all the communication related to IOQM 2026 will be sent to the above mentioned mobile number and email address. ഈ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ബാക്കി കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരിക. അപ്പോൾ അത് കൊടുക്കുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണെന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ എൻഷുർ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 9562460683 എന്ന് ഞാനൊരു നമ്പർ കൊടുക്കുന്നു. നമ്പർ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്താൽ തന്നെ എന്നോട് വീണ്ടും ചോദിക്കും കൺഫേം മൊബൈൽ നമ്പർ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ അതേ മൊബൈൽ നമ്പർ തന്നെ, നമ്മൾ ഏത് നമ്പറാണോ അടിച്ചത് അതേ നമ്പർ തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും എൻ്റർ ചെയ്യുന്നു. അത് രണ്ടും ഒരേപോലെ അടിച്ചാൽ നിങ്ങൾക്ക് കാണാം മൊബൈൽ നമ്പർ മാച്ച്ഡ് എന്ന് പറഞ്ഞ് കാണാം. അടുത്തതായിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്താ, ഇമെയിൽ ID എന്നോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ഞാൻ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ പേര് കൊടുത്ത ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. 00@gmail.com അല്ലേ, @gmail.com. അതേ മെയിൽ ID തന്നെ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കൊടുക്കണം. അപ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഒന്നും കൂടി എൻ്റർ ചെയ്താൽ @gmail.com. ഓക്കെ, അപ്പം മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മെയിൽ ID മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താ, നമ്മളിതാ നേരെ ജനറേറ്റ് OTP എന്നുള്ള ഈ ഭാഗം നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ജനറേറ്റ് OTP എന്ന് കൊടുത്താൽ ഈ മൊബൈൽ നമ്പറിലേക്കും മെയിലിലേക്കും ഓരോ OTPകൾ നമുക്ക് വരും. ആ OTP എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാണ് മൊബൈൽ OTP എന്ന് പറയുന്നത്, നമുക്ക് മൊബൈൽ നമ്പർ OTP ആയിട്ട് എൻ്റർ ചെയ്യാനുള്ളത് 148936 ആണ് നമ്മളുടെ
മൊബൈൽ നമ്പർ OTP എന്ന് പറയുന്നത്. ആൻഡ് ഇമെയിൽ OTP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൊബൈൽ നമ്പറും ചെക്ക് ചെയ്യുക, ഇമെയിലും ചെക്ക് ചെയ്യുക. ഇമെയിലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതുപോലെ ഒരു നമ്പർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ 2 OTPകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. 564270 ആണ് മെയിലിൽ വന്ന OTP എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 OTPകളും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, വെരിഫൈ OTP. ഇത് നമ്മൾ തന്നെയാണെന്ന് ഉറപ്പിക്കണ്ടേ. അപ്പോൾ വെരിഫൈ OTP എന്ന സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളോട് 2 സർവേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഫസ്റ്റ് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ഫസ്റ്റ് കം ടു നോ അബൌട്ട് IOQM? IOQM നിങ്ങൾ എവിടെ നിന്നാണ് ആദ്യമായിട്ട് കണ്ടത്? അപ്പോൾ നിങ്ങൾ പറയാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ട്യൂഷൻ. എജുപോർട്ടിലൂടെയാണ് നിങ്ങൾ IOQM കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ട്യൂഷൻ കൊടുക്കുന്നു. രണ്ടാമതായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്? നിങ്ങൾക്ക് മാത്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള റീസൺ എന്തായിരുന്നു? സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണോ, ഒളിമ്പ്യാഡ് പോലുള്ള എക്സാം ആണോ, ഫ്രണ്ട്സ് ആണോ, ടീച്ചേഴ്സ് ആണോ, ഓൺലൈൻ വീഡിയോസ് ആണോ, മാത്സ് ചാനൽസ് ആണോ, പസിൽസ് ബുക്സ് ഓർ മാത്സ് ഗെയിംസ് ആണോ? ഞാൻ ഫോർ എക്സാമ്പിൾ പസിൽ ബുക്ക് ഓർ മാത്സ് ഗെയിംസ് കൊടുക്കുന്നു. അപ്പോൾ ആ 2 സർവേ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. അങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ കൈൻഡ്ലി എൻ്റർ സർവേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവേയിൽ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കാത്തതുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൻസർ നമ്മൾ എൻ്റർ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യനും ഒരു ആൻസർ നമുക്ക് മാറ്റി കൊടുത്തു നോക്കാം. നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. എന്നിട്ടൊന്നുകൂടി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മളോട് വീണ്ടും പറയുന്നു കൈൻഡ്ലി എൻ്റർ അതർ സർവേ ഡീറ്റെയിൽസ്. അപ്പോൾ വേറെ എത്ര സർവേ ഉണ്ട്, 2 ക്വസ്റ്റ്യനേ ആകെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മാറ്റി കൊടുക്കുകയാണ്, ന്യൂസ് പേപ്പർ ഓർ അഡ്വർടൈസ്മെൻറ്റ് ഒരു ചോദ്യമായി. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, കോച്ചിങ് ക്ലാസ്സസ് എന്ന് മാറ്റി കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. യെസ്, അപ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എൻറോൾമെൻറ്റ് സക്സസ് ആയി എന്ന് കാണിക്കുന്നു. അവിടെ ചെറിയ ലോഡിങ് ഉണ്ടാവാം. അപ്പോൾ ആ സർവേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇത് വെച്ചിട്ടാണ് ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോ ടു ലോഗിൻ പോകുന്നു. ഗോ ടു ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എത്തിയ പോലത്തെ ഒരു സ്റ്റേജിലേക്ക് വീണ്ടും എത്തും. നമ്മളോട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത എൻറോൾമെൻറ്റ് നമ്പർ ഇല്ലേ, ആ എൻറോൾമെൻറ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് നേരത്തെ നമ്മൾ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുന്നു. അങ്ങനെ കൊടുത്താൽ നമ്മളുടെ എന്തായിലേക്ക് എത്തി, ലോഗിനിലേക്ക് എത്തി. എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ലോഗിൻ ചെയ്തതോടുകൂടി നമ്മൾ പുതിയൊരു ഫേസിലേക്ക് എത്തി. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഫോർ അപ്ലോഡിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മളോട് പറയാണ്, സ്റ്റുഡൻറ് മസ്റ്റ് അപ്ലോഡ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ് സ്പെസിഫൈഡ് സൈസസ് ആൻഡ് ഫോർമാറ്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് വേണ്ടത്, ലേറ്റസ്റ്റ് ഫോട്ടോ വേണം, നോട്ട് ഓൾഡർ ദാൻ 6 months, 6 മാസത്തേക്കാൾ കൂടുതൽ പഴക്കമില്ലാത്തൊരു ഫോട്ടോഗ്രാഫ് വേണം. ഷുഡ് ബി ഇൻ JPG ഓർ GNG ഫോർമാറ്റ്, സൈസ് മസ്റ്റ് ബി ബിറ്റ്വീൻ 10 to 100 KB. ഓക്കെ, അപ്പോൾ 10 to 100 KBക്ക് ഇടയിലുള്ള ഒരു സൈസിൽ, അത് സൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സൈസിൽ തന്നെ എന്ത് ചെയ്യണം, ഫോട്ടോഗ്രാഫ് വേണം. ആൻഡ് അപ്ലോഡ് എനി വൺ ഓഫ് ദി ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ആസ് പ്രൂഫ് ഓഫ് ദ സ്റ്റുഡൻസ് കറന്റ് സ്കൂൾ. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതിൻ്റെ പ്രൂഫ്. ദ ഡോക്യുമെൻറ്റ് മസ്റ്റ് ബി JPG ഓർ PNG ഫോർമാറ്റ് ആൻഡ് ദ ഫയൽ സൈസ് ഷുഡ് ബി ബിറ്റ്വീൻ 50 KB to 250 KB. ഫോട്ടോ 50 to 100 KBൻ്റെ ഉള്ളിലാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ ഈ സ്കൂൾ ID കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 50 മുതൽ 250 KBൻ്റെ ഇടയിലാവാം. എന്തൊക്കെ കൊടുക്കാം, സ്കൂൾ ID കാർഡ് കൊടുക്കാം, or latest school fee receipt with official school stamp കൊടുക്കാം, last year report card with the official school stamp, ഏത് വേണമെങ്കിലും കൊടുക്കാം. മൂന്നാമതായിട്ട് പറയാണ്, അപ്ലോഡ് എനി വൺ ഓഫ് ദി ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ആസ് ദ പ്രൂഫ് ഓഫ് ദ സ്റ്റുഡൻസ് ഡേറ്റ് ഓഫ് ബർത്ത്. സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് നിങ്ങൾക്കൊരു പ്രൂഫ് കൊടുക്കണം. ഡോക്യുമെൻ്റ് അതേ ഫോർമാറ്റിലായിരിക്കണം. ഫയൽ സൈസ് അവിടെയും 50 KB to 250 KB ആയിരിക്കണം. ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ കൊടുക്കാം. ഓക്കെ, നമ്മളോട് നോട്ടായിട്ട് പറയാണ്, എൻ്റയർ അപ്ലിക്കേഷൻ പ്രോസസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഇൻ 1 session. പകുതി ഇപ്പോൾ പറയുകയും ബാക്കി പകുതി പിന്നീട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്യണം, പ്ലീസ് എൻഷുർ ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ റെഡി ഫോർ അപ്ലോഡ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ഫോം. അപ്പോൾ നമ്മളോട് പറയാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം നമ്മളോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മളോട് ഇവിടെ പ്രൊസീഡ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ട് നമ്മൾ പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ പേജ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാണ്, കൺഫേം ദ ഡിക്ലറേഷൻ ബിഫോർ പ്രൊസീഡ്. ഇത് എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിന്. ഓക്കെ, അവിടെ നമ്മളൊരു ടിക്കറ്റ് കൊടുക്കാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് മുന്നോട്ട് പോകണത് എന്നുള്ളത്.
ഓക്കെ, പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ പേജ്. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ പേജിലേക്ക് പോവാണ്. ഇവിടെയും നമുക്ക് എന്തുണ്ട്, ഒരുപാട് ഡാറ്റാസ് ഇനി എൻ്റർ ചെയ്യാനുണ്ട്. ഓക്കെ, നേരത്തെ ചെയ്തത് ജസ്റ്റ് നമ്മളെ പേരും നമ്പേഴ്സും മാത്രമല്ലേ നമ്മൾ എൻ്റർ ചെയ്തത്. ഇവിടെ നമ്മൾ കുറേ കൂടി ഡാറ്റകൾ, നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട സ്കൂളിൻ്റെ അഡ്രസ്സ്, അതേപോലെ നമ്മളെ അടുത്ത സെൻറ്റർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാണ്, പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിക്കുകയാണ്. ഓക്കെ, പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിച്ച സമയത്ത് ഞാൻ അവിടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ജെൻഡർ സെലക്ട് ചെയ്യുന്നു. ജെൻഡർ ഫോർ എക്സാമ്പിൾ മെയിൽ കൊടുക്കുന്നു. നാഷണാലിറ്റി നമ്മൾ ഇന്ത്യൻ ആണല്ലോ, ഇന്ത്യൻ കൊടുക്കുന്നു. നെയിം ഓഫ് ദി ഫാദർ, മദർ ഓർ ഗാർഡിയൻ. ഓക്കെ, എൻ്റെ ഫാദർ ഓർ മദർ ഓർ ഗാർഡിയൻ്റെ എന്ത് ചെയ്യുന്നു, പേര് കൊടുക്കാൻ പറഞ്ഞാൽ തൽക്കാലത്തേക്ക് അവിടെ XYZ എന്ന് കൊടുക്കുകയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുകയാണ് സ്കൂൾ ഇൻഫർമേഷൻ ചോദിക്കുകയാണ്. ഓക്കെ, സ്കൂൾ ഇൻഫർമേഷൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചോദിക്കുന്നു സ്കൂൾ ടൈപ്പ്. സ്കൂൾ ഏത് ടൈപ്പ് സ്കൂളാണ്, JNV, KV ഓർ അതേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നവോദയ വിദ്യാലയത്തിലോ അതേപോലെ കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ അല്ലെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ എന്താണ്, അതേഴ്സ് ആണ്. ഓക്കെ, ക്ലാസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ 10th എന്നുള്ള ക്ലാസ് കൊടുക്കുന്നു. നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ബോർഡ് ഏതാണ്, CBSE ആണോ ഇതാണോ, ഏതൊക്കെ ബോർഡുകളാണ് ചോദിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം CBSE ആവാമോ സ്റ്റേറ്റ് ബോർഡ് ആവാം, തൽക്കാലം എന്ത് കൊടുക്കുന്നു, സ്റ്റേറ്റ് ബോർഡ് കൊടുക്കുന്നു. ഓക്കെ, സ്റ്റേറ്റ് ബോർഡ് കൊടുക്കുമ്പോൾ അടുത്തായിട്ട് എന്നോട് പറയാണ് സെലക്ട് സ്കൂൾ സ്റ്റേറ്റ്. സ്കൂളിൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ കേരള എന്നുള്ള സ്റ്റേറ്റ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് അവിടെ കേരള. ഓക്കെ, ആൻഡ് സെലക്ട് സ്കൂൾ ഡിസ്ട്രിക്റ്റ്. സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കോഴിക്കോട് തൽക്കാലം കൊടുക്കുകയാണ്. ആൻഡ് സ്കൂൾ നെയിം ചോദിക്കുകയാണ്. സ്കൂൾ നെയിം സെലക്ട് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു 3-4 സ്കൂളിൻ്റെ പേര് തന്നിട്ടുണ്ട്. മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ, റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റേറിയം, അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെൻറ്റ് ജോസഫ് SI ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇത് കാണുന്ന സമയത്ത് ഇത് എനിക്ക് അറിയുന്ന സ്കൂളാണല്ലോ, എന്നാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാം എന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്യരുത്. എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂൾ ഈ 4 സ്കൂളിൽ ഏതെങ്കിലും ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അതർവൈസ് അതിൽ ക്ലിക്ക് ചെയ്യരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ടോ, ഇഫ് യുവർ സ്കൂൾ നെയിം ഈസ് നോട്ട് ഇൻ ദി എബോ ലിസ്റ്റ് ദെൻ ടിക്ക് ദ ചെക്ക് ബോക്സ് ആൻഡ് എൻ്റർ യുവർ സ്കൂൾ നെയിം. അപ്പോൾ സ്കൂളിൻ്റെ പേര് തന്ന ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മാനുവലി എൻ്റർ ചെയ്യണം. അത് അവിടെ ടിക്ക് ചെയ്യുന്നു. അവിടെ ടിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളോട് ചോദിക്കും എൻ്റർ മാനുവൽ സ്കൂൾ നെയിം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടിക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ സ്കൂൾ നെയിം ചോദിക്കും. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സ്കൂൾ നെയിം എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഞാൻ പഠിച്ച എൻ്റെ ഒരു സ്കൂൾ നെയിം അവിടെ PTMHS കൊടിയത്തൂർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തായിട്ട് എന്നോട് സ്കൂൾ അഡ്രസ്സ് ചോദിക്കുകയാണ്. ഓക്കെ, ആ സ്കൂൾ അഡ്രസ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് അടുത്തതായിട്ട് സ്കൂളിൻ്റെ പിൻകോഡ് ചോദിക്കുന്നു. പിൻകോഡും കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നിങ്ങളുടെ സ്കൂളിൻ്റെ പിൻകോഡ് എന്താണെന്നുള്ള അറിഞ്ഞു വെക്കണം. അഡ്രസ്സിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, പിൻകോഡും കൊടുക്കുന്നു. അപ്പോൾ അവിടെ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി വന്നു അല്ലേ. സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ് കോഴിക്കോടാണ്, സ്റ്റേറ്റ് കേരളമാണ്. ആൻഡ് സ്കൂളിൻ്റെ സിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കോഴിക്കോടാണോ, കൊയിലാണ്ടിയാണോ, വടകരയാണോ, കോഴിക്കോട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, റീജിയൻ ബിലോങ്സ് ടു. ആൻഡ് അടുത്തായിട്ട് മീഡിയം ചോദിക്കുകയാണ്. ഓക്കെ, റീജിയൻ അവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ടുണ്ട്. മീഡിയം ചോദിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ്, ഹിന്ദി ഓർ അതർ. ഒബ്വിയസ്ലി നമ്മൾക്ക് ഹിന്ദിയിലായിരിക്കില്ല, മലയാളം മീഡിയം അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ കേരളത്തിലുള്ള കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എഴുതുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ മീഡിയം നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇംഗ്ലീഷ് കൊടുക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഏരിയ ആണ്. ഓക്കെ, അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ABCD ഹൗസ്, എന്തെങ്കിലും അഡ്രസ്സ് കൊടുക്കരുത് കേട്ടോ. ഞാനിവിടെ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, 673-602 എന്ന് ഞാൻ എൻ്റെ പിൻ എൻ്റർ ചെയ്തു. ആൻഡ് സ്റ്റേറ്റ് കേരള, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ്. സിറ്റി വീണ്ടും സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, കോഴിക്കോട്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. പെർമനൻ്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ട്, കറൻറ്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് കറൻറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ രണ്ടാമത് ഫില്ല് ചെയ്യേണ്ട. തൊട്ട് താഴെ നിങ്ങൾ കാണാം ടിക്ക് ഇഫ് പെർമനൻ്റ് ആൻഡ് കറൻറ്റ് അഡ്രസ്സസ് ആർ സെയിം. അത് ടിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ല് ചെയ്ത ഡാറ്റാസ് ഒക്കെ അവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടേക്ക് വരും. ആൻഡ് ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ചോദിക്കുന്നു. ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പറിൽ നിങ്ങളൊരു നമ്പർ കൊടുക്കുന്നു. അതുപോലെ ആൾട്ടർനേറ്റ് ഇമെയിൽ ID ചോദിക്കുന്നു. ആൾട്ടർനേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഇമെയിൽ IDയും കൊടുക്കുന്നു. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നേരത്തെ കൊടുത്ത നമ്പറും മെയിൽ IDയും അല്ലാത്ത മറ്റൊരു മെയിൽ IDയും നമ്പറും. ഓക്കെ, ഇഫ് ഇൻ കേസ് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയ മൊബൈൽ നമ്പറും മെയിൽ IDയും എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത്
കൊടുക്കണം. ആൻഡ് സബ്ജക്ട് ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. സബ്ജക്റ്റ് എന്താണ്? മാത്തമാറ്റിക്സ് ആണ്. ലാംഗ്വേജ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ എക്സാം ഫീ അവിടെ 300 രൂപ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡാറ്റാസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഏതെങ്കിലും ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യൂല, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തതോടുകൂടി എന്ത് ചെയ്തു, ആ ഡാറ്റ എൻ്ററായി. ദെൻ ലോഡിംഗ് ആണ് എന്ത് ചെയ്യുന്നു, ഇത് വരുന്നു. എൻ്റെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ തരാണ്. എന്നിട്ട് എന്നോട് പറയാണ് പ്ലീസ് വെരിഫൈ ഓൾ യുവർ ഡീറ്റെയിൽസ് ബിഫോർ സബ്മിഷൻ. പേഴ്സണൽ ഇൻഫർമേഷൻ, ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ്, എൻ്റെ മെയിൽ ഐ ഡി, എൻ്റെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ചെക്ക് ചെയ്യുക. ഇത് തറോലി നിങ്ങൾ ചെക്ക് ചെയ്യുക. കൊടുത്ത ഓരോ ഡീറ്റെയിൽസും ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഓർ സേവ് ആൻഡ് ഗോ ടു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്. ഇത് സേവ് ചെയ്തിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡിലേക്ക് പോകാൻ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കൊടുക്കുന്നു സേവ് ആൻഡ് ഗോ ടു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്. ഓക്കെ, അപ്പോൾ ദാ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് നമുക്ക് വരുന്നു. ഇനി നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാൻ പോവാണ്, അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ്. എന്താ, ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് നോട്ട് ഓൾഡർ ദാൻ 6 months ആൻഡ് സൈസും അവിടെ തന്നിട്ടുണ്ട്. സ്കാൻഡ് കോപ്പി ഓഫ് സ്കൂൾ ഐ ഡി ഓർ ലേറ്റസ്റ്റ് സ്കൂൾ ഫീസ് റെസിപ്റ്റ്, അതുപോലെ സ്കാൻഡ് കോപ്പി ഓഫ് ആധാർ, പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്, നേരത്തെ കൊടുത്ത സെയിം സാധനങ്ങൾ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വരുന്നു ഫോട്ടോ ആദ്യം നമ്മളോട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. അവിടെ നിങ്ങൾക്ക് ബ്രൗസ് ചൂസ് ഫയൽ എന്ന് കാണാം. ഒരു ഫയൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ അവിടെ ഡൗൺലോഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോട്ടോ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം. ആരോ ആണ് ഒരു എന്ത് ചെയ്താണ്, ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് എടുത്തു വെച്ചതാണ്. ഫോട്ടോ അപ്ലോഡായി. അടുത്തായിട്ട് സ്കൂൾ ഐ ഡി ഓർ ഫീ റെസിപ്റ്റ്. രണ്ടാമതായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്കൂൾ ഐ ഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ എന്ത് ചെയ്തു, അതും ഞാൻ കൊടുത്തു. മൂന്നാമതായിട്ട് ആധാർ ഓർ പാസ്പോർട്ട്. ഞാൻ ഇതേപോലെ ഡൗൺലോഡ്സിൽ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ആധാർ കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 2 3 4 നമ്പറൊക്കെ കാണാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 3 ഡാറ്റയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. എന്താണ് അപ്ലോഡ് ചെയ്തെന്നുള്ളതെന്ന് വേണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്തൊക്കെ കറക്റ്റ് അല്ലേ എന്ന് വെരിഫൈ ചെയ്യുക. ആൻഡ് പിന്നെ പറയാണ്, ഇത് 2 ഡിക്ലറേഷനാണ്. എന്താ, ഈ എൻറോൾമെന്റ് സബ്മിറ്റഡ് വിത്ത് ദ നോളജ് ആൻഡ് കൺസെന്റ് ഓഫ് ദ സ്റ്റുഡൻസ് പാരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ. ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എക്സാമിനേഷൻ ഗൈഡ്ലൈൻസ് ആൻഡ് ഓൾ അപ്ലിക്കബിൾ ഇൻസ്ട്രക്ഷൻസ്. ഐ ഓൾസോ കൺസെന്റ് ടു ദി കളക്ഷൻ, യൂസ് ആൻഡ് പ്രോസസിംഗ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിങ് IOQM 2026. സ്റ്റുഡൻറ്റിൻ്റെ അറിവോടെയാണ്, പാരന്റിൻ്റെ അറിവോടെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ആൻഡ് അടുത്തത് എന്താ, ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒക്കെ വാങ്ങാൻ നമ്മൾ റെഡിയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലത്തെ ഒരു ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷനും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് എന്താ, ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സേവ് ആൻഡ് ഗോ ടു എക്സാം സെൻറ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഏകദേശം പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് എക്സാം സെൻറ്ററിൽ നിന്നാണ് നമ്മൾ IOQM എഴുതുക എന്നുള്ളതിൻ്റെ എന്താണ്, എക്സാം സെൻറ്റർ വെരിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എൻറോൾമെൻ്റ് ഉണ്ട്. എൻറോൾമെൻറ്റ് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ പിൻകോഡ് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ പിൻകോഡ് അല്ലെങ്കിൽ ഞാൻ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പിൻകോഡ് എടുത്തിട്ട് ലൊക്കേറ്റ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ലൊക്കേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും, നിയർ ബൈ സെൻറ്റേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നിയർ ബൈ സെൻറ്റേഴ്സ്. അപ്പോൾ ഈ നിയർ ബൈ സെൻറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ലൊക്കേറ്റ്, അപ്പോൾ എത്ര റേഡിയസിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നേരത്തെ 10 കിലോമീറ്റർ റേഡിയസിലാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ 10 കിലോമീറ്റർ റേഡിയസിൽ സെൻറ്റർ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 15 കിലോമീറ്റർ റേഡിയസ് കൊടുക്കുന്നു. ഓക്കെ, ഇത് നീക്കിയാൽ എന്ത് ചെയ്യും, ഒരു 15 20 എന്നൊക്കെ വരും. അപ്പോൾ ആദ്യം 15 കിലോമീറ്റർ നോക്കിയപ്പോൾ എനിക്ക് കാണാം സുല്ലമുസലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അരീക്കോട്. ഓക്കെ, അല്ല ആ 15 എന്നുള്ളത് ഞാൻ ഇത്തിരി കൂടി നീക്കിയാൽ, ഓക്കെ, ഒന്നും കൂടെ ഞാൻ നീക്കിയാൽ എന്ത് ചെയ്യുന്നു, 20 25 എന്നൊക്കെ മാറും. അതിനനുസരിച്ചൊക്കെ എന്ത് കാണാം, കണ്ടോ, അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ. ആ കിലോമീറ്റർ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ സെൻറ്റർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, സുല്ലമുസലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂൾ ഞാൻ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. അപ്പോൾ എന്നോട് പറയാണ് എന്താ, പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് എക്സാമിനേഷൻ സെൻറ്റർ കെയർഫുള്ളി. നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. ആസ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ സക്സസ്ഫുൾ പേയ്മെൻറ്റ്, എവറി എഫേർട്ട് വിൽ ബി മെയ്ഡ് ടു അലോട്ട് ദ സെലക്ടഡ് എക്സാമിനേഷൻ സെൻറ്റർ. ഹൗഎവർ ദ IOQM കമ്മിറ്റി റിസർവ് ദ റൈറ്റ് ടു അലോട്ട് ആൻ ആൾട്ടർനേറ്റ് എക്സാമിനേഷൻ സെൻറ്റർ ഇഫ് നെസസറി. നിങ്ങൾ കൊടുത്ത സെൻറ്റർ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു നല്ലോണം പരിശ്രമിക്കും. അല്ലാത്ത പക്ഷം അത് ചെറുതായിട്ട് മാറ്റാനുള്ള അവകാശം ഓൽക്കുണ്ട് എന്നാണ്. ഞാൻ കൊടുക്കുന്നു യെസ്, സെലക്ട് ദി സെൻറ്റർ.
ഓക്കെ, അങ്ങനെ നമ്മളുടെ സെലക്ട് എന്തായി, സെൻറ്ററായി. അപ്പോൾ എന്നോട് അടുത്തായിട്ട് പറയാണ്, പ്ലീസ് കംപ്ലീറ്റ് ദ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെലക്ടിങ് യുവർ പ്രിഫേർഡ് എക്സാമിനേഷൻ സെൻറ്റർ, അതർവൈസ് യുവർ സെലക്ടഡ് എക്സാമിനേഷൻ സെൻറ്റർ മേ ബി റിലീസ്ഡ് ആൻഡ് യു മേ ബി റിക്വയർഡ് ടു സെലക്ട് അതർ എക്സാമിനേഷൻ സെൻറ്റർ. പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തിയാലേ നിങ്ങൾ സെലക്ട് ചെയ്ത സെൻറ്റർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. Okay, additional bank payment or gateway charges will be added based on the selected payment mode. Please do not initiate a chargeback for any payment related issue. Kindly contact the IOQM help desk for refund. നിങ്ങൾ ഏത് രീതിയിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ രീതിയിലൊക്കെ ചാർജ് വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷങ്ങൾ എന്ത് ചെയ്യരുത്, അത് ബാക്ക് അടിച്ചാൽ ക്യാൻസൽ ആയി പോവും, രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ IOQM ഹെൽപ്പ് ഡെസ്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഞാനത് ഓക്കെ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി പ്രോസസ്സാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിഫേർഡ് എക്സാം സെൻറ്റർ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് ഫോമാറ്റുകൾ വരും. ഗൂഗിൾ പേയിലാണോ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ടാണോ പേ ചെയ്യുന്നത് എന്നുള്ള ഡാറ്റാസ് വരും. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ പേയ്മെൻറ്റ് കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഓക്കെ, 300 റുപ്പീസ് എന്ന് അവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാം. ആ ഒരു പേയ്മെൻറ്റ് കൂടി നിങ്ങൾ ചെയ്യുന്നതോടുകൂടി എന്തായിട്ട് മാറി, നമ്മളുടെ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി അല്ലേ. നമ്മളുടെ ഡാറ്റാസ് കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അൾട്ടിമേറ്റ്ലി പേയ്മെൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം, ആ പേയ്മെൻറ്റ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് സാധാരണ നടക്കുന്ന കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമുകളിൽ നിന്നും കുറച്ചുകൂടി ഹയർ ലെവലായിട്ടുള്ള എക്സാമാണ് IOQM എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എഫേർട്ട് ഇടുക, നല്ല രീതിക്ക് എന്ത് ചെയ്യുക, കഷ്ടപ്പെട്ട് പഠിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലേ, UPIയിലാണോ, കാർഡ് യൂസ് ചെയ്തിട്ടാണോ, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് പേയ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് പെർഫോം ചെയ്യും.